ഇന്നത്തെ കറിക്കുള്ള ചേനപ്പൂ ഇതാ റെഡിയായി നിൽക്കുന്നു കേട്ടോ. നമുക്ക് വേഗം ഇത് മുറിച്ചെടുക്കാം. നമുക്ക് ഇപ്രാവശ്യം ഇഷ്ടം പോലെ ചേനപ്പൂ കിട്ടി. അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാന്, കുറച്ചുകൂടി നല്ല കളറൊക്കെ ആയിട്ടുള്ളത് ഈ ചേനപ്പൂവാണ്. ഇത് കണ്ടില്ലേ, കുറച്ച് ഷെയ്ഡ് വരുമ്പം ഇതിന് കറക്റ്റാ നിറം വരുന്നുണ്ട്. നമുക്ക് ഇതാദ്യം മുറിച്ചെടുക്കാം. നമ്മൾ ചേനപ്പൂവിന്റെ വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടോ. അപ്പം നമ്മളെ വീഡിയോയിൽ ഇഷ്ടംപോലെ കമന്റ് വന്നത് എന്താ വെച്ചാൽ ഇതിങ്ങനെ കറി വെക്കാൻ പറ്റും, ഞങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത്. അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമായി. നമ്മളൊരു കാര്യം ചെയ്തിട്ട് കാണിച്ചപ്പോൾ ആളുകൾക്ക് ഇപ്പോഴാണ് അറിയുന്നത്. കുറെ ആളുകൾക്ക് അറിയാം, എന്നാലും കുറച്ച് കമന്റ് ഒക്കെ വന്ന് ഇതിങ്ങനെ അറിയില്ലായിരുന്നു, ഇതാണ് ചേനപ്പൂ ഇതാണ് പറഞ്ഞിട്ട് കുറെ ആൾക്ക് അത്ഭുതം. ഇങ്ങനെ ചേനപ്പൂ കാണുന്നതൊക്കെ ചെറിയ ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അതാ സൂപ്പർ, നല്ല കളർ ഉള്ളതാണ് കിട്ടിയത്. ആദ്യത്തെ നമുക്ക് കുറച്ച് കളർ കുറവ്, നമുക്ക് ആദ്യത്തെ നല്ല കുറെ എണ്ണം കിട്ടി. അത് കുറച്ച് നല്ല വെയിൽ കിട്ടി. ഇപ്പൊ കുറച്ച് ഷെയ്ഡ് വന്നു, നമ്മുടെ ചോളത്തിന്റെ ഒക്കെ ഷെയ്ഡ് വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ വേറെ നോക്ക്, ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ പണിയേ ബീൻസിന് മണ്ണിട്ട് കൊടുക്കല കേട്ടോ. മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ചേനപ്പൂ കണ്ടപ്പോ അത് വേഗം മുറിച്ചെടുത്തു. ബീൻസ് ഒക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചോട്ടിലൊക്കെ മണ്ണിട്ട് കൊടുക്കണം. അപ്പൊ പടർത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന രീതി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ചെയ്തപ്പോ ഉള്ളിലൂടെ സ്പീഡിൽ പോകാൻ പറ്റൂല, എല്ലാ സ്ഥലത്തും കയറിയിട്ട് ഇങ്ങനെ ക്രോസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചേനപ്പൂ പറിക്കുന്ന വീഡിയോയിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇതുപോലെ കവുങ്ങിന്റെ കാലിങ്ങനെ കുഴിച്ചിട്ട് കയറ് വലിച്ചു കണ്ടു, ബാക്കി ഇതിൽ പണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ ചെയ്തെന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. വള്ളി കയറി തുടങ്ങിയിട്ടുള്ളൂ, നിറച്ച് വള്ളി വന്നാലേ ഇത് അടിപൊളി ആവുള്ളൂ. അപ്പം ഇങ്ങനെ ഇതാ ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്നോളെ. ഇതാ ഇങ്ങനെ കവുങ്ങിന്റെ കാല്, നമ്മള് കവുങ്ങോ നമുക്ക് മുളയുടെ കഷ്ണമൊക്കെ കിട്ടും. നമുക്ക് പഴയ തലപോയ കവുങ്ങിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പൊ മുറിച്ചെടുത്തിട്ട് കറക്റ്റ് ഒരു 5.5 അടി, 6 അടി വരെ വെക്കാം. ഇതൊരു 5.5 അടിയേ ഉള്ളൂ. 6 അടിക്കുള്ള എടുത്തിട്ട് നമ്മൾ കുഴിയിൽ 1 അടിയോളം വെച്ചിട്ടാണ് ഇപ്പൊ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കുഴിച്ചിട്ട് കേട്ടോ. അതാ ഓരോ ഏരിയയിൽ നമ്മൾ ബീൻസ് നട്ട ഏരിയയിലൂടെ ഇങ്ങനെ കാല് കുഴിച്ചിട്ട് എന്നിട്ട് അതിൽ നമ്മൾ ഇതുപോലത്തെ കയറ് കെട്ടും. ഇത് നമുക്ക് കേരക്കയറ് കെട്ടാം. ഇത് നമ്മൾ വേലിക്കയർ എന്ന് പറയുന്ന കയറാട്ടോ. നമ്മൾ വേലിയൊക്കെ കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയറാണ് അധികം. പിന്നെ ചാക്ക് തുന്നാനൊക്കെ ഈ കയർ ഉപയോഗിക്കട്ടെ. നമ്മൾ കാപ്പിയൊക്കെ നിറച്ചിട്ട് ചാക്ക് തുന്നാനൊക്കെ ഈ കയറാണ്. അപ്പൊ ആ കയർ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് 1, 2, 3, 4, 5 വരി നീളത്തിൽ വലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തൂണിന് നമ്മൾ എന്തായാലും കയറ് വലിയുമ്പോൾ ഇത് ചെരിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ കറക്റ്റ് കാണിച്ചു തരട്ടെ. നമ്മൾ ചെയ്യുന്ന രീതി ചിലർക്ക് ഉപകാരപ്പെടുമല്ലോ, പന്ത് ഇങ്ങനെ പടർത്താനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിന് നമ്മൾ ഇതൊരു സ്റ്റേ വലിച്ചു കെട്ടിയിട്ട് അങ്ങോട്ട് ഇതവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ആ എൻഡിലും നല്ല സ്റ്റേ വരുമ്പോൾ നല്ല ടൈറ്റ് ആവും. എന്നിട്ട് ഇതാ ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളെ കോട്ടൺ നൂലോ നൈലോണിന്റെ നൂലോ നമ്മൾ റോള് വാങ്ങിച്ചിട്ട് അതിങ്ങനെ കോർത്ത് പോവുക. കെട്ടില്ല, ഒരു തല തുടങ്ങിയിട്ട് അതിങ്ങനെ കോർക്കും, അടുത്ത കോർത്ത്, അങ്ങനെ കണ്ടില്ല കോർത്ത് പോയിട്ട് ലാസ്റ്റ് തല വരുന്നിടത്ത് നമ്മളിത് കട്ട് ചെയ്തിട്ട് കെട്ടിയിടുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് കഴിയും, നമുക്കിങ്ങനെ വിട്ട് കോർത്താൽ മതി. അപ്പൊ അതിൽ കണ്ട് നമ്മളെ ബീൻസ് ഇങ്ങനെ പടർന്നത് കാണാം. കയറി അങ്ങനെ പോകുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നിറഞ്ഞാൽ പിന്നെ ഈ ബീൻസ് സോളാർ ബീൻസ് ആയതുകൊണ്ട് നമ്മൾ പയറിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിറച്ച് ഇല ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും കാണാൻ. സോളാർ ബീൻസിന് നമുക്ക് ഇല കുറവായിരിക്കും, വള്ളി കുറവാണ്, പക്ഷെ കായ് നല്ല ഉണ്ടാവും. എന്നാലും ഇത് കയറി വന്നാൽ സെറ്റായി കിട്ടും. അങ്ങോട്ടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളിത് പടർത്തുന്ന രീതി. ഇത് ഞങ്ങൾക്ക് പയറിലൊക്കെ തന്നെ ചെയ്യല്. അപ്പൊ നമുക്ക് സ്പീഡിൽ ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു വരാൻ പറ്റൂല. ഇതാണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേ വരുന്നുണ്ട്, കുറച്ച് പണിയാണ്. നമുക്ക് നമ്മളെ പച്ചച്ചീര എന്താ ഭംഗിയാണ്. ഇത് 2 വട്ടം ചീര മുറിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തു. പിന്നെ അടുത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചീരയും വിളവെടുക്കാണ്ട് കേട്ടോ. വെയിലായി പോയി, വെയിൽ പിന്നെ നേരത്തെ വരും, ഒന്നും രക്ഷയില്ല. ഉച്ചയ്ക്ക് ശേഷം മഴ, രാവിലെ തന്നെ വെയിലുവാ. നല്ല അടിപൊളി ചീര പിന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു തലേന്ന് ഇനി മണ്ണിട്ട് തുടങ്ങണം. ഇവിടെ കണ്ടില്ലേ, ഇതിനൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിനൊക്കെ ചോട് നമുക്ക് പടർന്നു കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ ഇതുപോലെ അടിഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, സൈഡിൽ നിന്ന് മണ്ണ് വലിച്ചിട്ട് ഇതുപോലെ ബീൻസിന്റെ ചോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊത്തുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ചേന മുളച്ച് വരുന്നുണ്ട്. ഇവിടെ കുറേ കൃഷിയുണ്ട്. ഫസ്റ്റ് നമ്മൾ നട്ടത് ചേനയാണ്. അപ്പം ചേന ഇവിടെ സെറ്റായി വരുന്നുണ്ടല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ മണ്ണ് വലിക്കാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ ബീൻസ് നമ്മൾ കറക്റ്റ് അളവിലെ ബീൻസ് നട്ടതൊക്കെ ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. ഇതങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. ഇവിടെ ഒരു കൂട്ടം കണ്ടോ, ഇവിടെ ഒരു കൂട്ടം അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ചില ഭാഗത്ത് നമ്മൾ അത് അങ്ങോട്ടൊക്കെ നോക്കി കാണാം, കുറേ ഒഴിവ് ഗ്യാപ്പ് കാണാം. ഒരു കൂട്ടം കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ്. അതായത് നമ്മൾ പടുമുളയായിട്ടൊക്കെ ചീരയൊക്കെ വന്ന ശേഷം നമ്മൾ ഈ ബീൻസിന്റെ ഇത് മുളച്ച് വന്നിരുന്നു. പിന്നെ അത് അതിന്റെ ചോലയിലായിട്ട്, അതാണ് പറഞ്ഞ് കള കയറുന്ന പോലെ ചീര വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തപ്പോഴാണ് കറക്റ്റ് എവിടെയൊക്കെ ബീൻസ് ഉള്ളതെന്ന് മനസ്സിലായത്. അപ്പം എല്ലാത്ത ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒന്നുകൂടെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ചെറിയ ചട്ടിയിലാക്കി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പറിച്ച് നടണം, ട്രയൽ നടുന്ന പോലെ. അപ്പോൾ ആ ഒഴിവിലൊക്കെ സെറ്റാക്കി കൊടുക്കണത്. നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ആ തൈകൾ ഈ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് പിന്നെ ബീൻസ് ഒരേപോലെ കയറുന്നു. ഇത് കയറുമ്പോഴത്തേക്കും മറ്റേ പെട്ടെന്ന് വള്ളി വരുന്നതുകൊണ്ട് ഒരേപോലെ ആയി കിട്ടും. പയറൊക്കെ നമുക്ക് അങ്ങനെ നട്ടു കൊടുക്കാൻ പറ്റില്ല. പയറിന് നല്ല ഷെയ്ഡ് വരും പെട്ടെന്ന്, വള്ളിയിൽ കുറേ ഇല ആയതുകൊണ്ട്. ഇത് ബീൻസ് പിന്നെ അധികം ഇതായതുകൊണ്ട് അങ്ങനെ പടരാത്തോണ്ട് ഒരു വെളിച്ചം ഉണ്ടാവും. അപ്പം നമുക്ക് മറ്റേ വള്ളി വേഗം കയറി കിട്ടിക്കോളും. ഇതിനൊക്കെ ഇനി മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്കൊരു തലേന്ന് അങ്ങനെ മണ്ണിട്ട് വരണം. കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നൊരു പണിയാണ്. ഇന്ന് നമ്മൾ മുറിക്കുന്ന ചീരല് ഇതിനോട് ചോടിൽ അടുത്ത് നിൽക്കുന്ന ചീര മുറിച്ച് ഒഴിവാക്കും കേട്ടോ, മൊത്തത്തിൽ ഒഴിവാക്കും. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ചീര അങ്ങനെ നിൽക്കും. അതുകൊണ്ട് അത് നമ്മൾ അവിടെയൊക്കെയുള്ള ചീര നമ്മൾ എന്തായാലും മൊത്തം കളയണം. നല്ല പണിയാണ് മണ്ണിട്ട് കൊടുക്കാൻ. ഇതൊന്നും പിന്നെ നമ്മൾ നട്ടതല്ല, ചീര നമുക്ക് പടുമുള ഉണ്ടായതാണ്. 2 തവണ ഇപ്പോൾ കൊടുത്തത്, 3ാമത്തെ തവണ ഇപ്പോൾ കൊടുക്കാൻ നിൽക്കുക. വരുമാനം ഈ സ്ഥലത്ത് നിന്ന് ചീര നമുക്ക് മുറിച്ച് കൊടുത്തിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒഴിവാണെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ സുഖം കേട്ടോ. പിന്നെ ഒരു പണി എടുക്കേണ്ടത്, വള്ളികൾ ഒരുവിധമൊക്കെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. എന്നാലും ഇതുപോലെയുള്ള ചില വള്ളികളൊക്കെ താഴെ കൂടെ പോകുന്നൊക്കെ ഉണ്ട്. ബീൻസ് ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. നമ്മൾ ചീരയിലൊക്കെ ഇങ്ങനെ പണഞ്ഞ് കിടക്കായിരുന്നു. പിന്നെ ഒരു ദിവസത്തെ പണി നമുക്ക് മൊത്തം എല്ലാം തലയെടുത്തിട്ട് ഇതിലിങ്ങനെ കയറ്റി കൊടുക്കും. പക്ഷെ വെച്ചെടുത്തപ്പോൾ വേഗം സെറ്റായി കയറിപ്പോയി. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ചുരുണ്ട് കിടക്കുന്നത്. നമ്മൾ ഇത് ആദ്യം തന്നെ ബീൻസൊക്കെ നട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ പടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ താഴെ പടക്കും. പിന്നെ പയറിനെ പോലെയല്ല, ബീൻസ് വേഗം ഫസ്റ്റ് തൂമ്പ് വരുന്നതന്നെ പടർന്നിട്ടാണ് വരിക. ഒക്കെ കയറി വരുന്നുണ്ട്. അതാണൊക്കെ ഒരു എന്താ പറയുക, വയറൊക്കെ ഷോർട്ടായി കിടക്കുന്ന പോലെ പിരിഞ്ഞ് കിടക്കുകയാണ്. അത്ര ഇങ്ങനെ കട്ട കുത്തിയിരിക്കുന്നതാ. അപ്പം അതിന് ഇങ്ങനെ കയറി റെഡി ആയിക്കോളും. നമ്മളെല്ലാത്തിനേ മണ്ണ് വലിച്ചു കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇട്ടുകൊടുക്കാൻ സുഖ, അവിടെ കുറച്ച് പണിയായി. ചീരയും എല്ലാം കൂടെ തിങ്ങി നിന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ ഇതും കൂടെ വന്നപ്പോട്ടോ, നമ്മൾ പടത്താനുള്ള കയറും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടെ വന്നേ. എന്നാലും പണികളെ കഴിഞ്ഞത് അതൊക്കെ കളയട്ടോ, കളയായിട്ടുള്ള ചീര അതും കൂടെ നമുക്ക് ഇതിൻ്റെ ചോട്ടോട്ട് വെട്ടി വെച്ച് കൊടുക്കാം. അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം നട്ടത്, ഫസ്റ്റ് നമ്മൾ നട്ടു കൊടുത്തത് ചേനയാണ്. നമ്മൾ കറക്റ്റ് ചേനയൊക്കെ നട്ട് അതിൻ്റെ സൈഡിലൂടെ ബൗണ്ടറിയിലൂടെ നമ്മൾ ചോളം നട്ടു കൊടുത്ത്. അതാണ് ഈ സൈഡിൽ കണ്ടില്ല, ചോളം നല്ല റെഡിയായി വരുന്നുണ്ട്. ചോളം ആദ്യം കുറച്ച് പെരിച്ചായിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി 2ാം റൗണ്ട് നട്ടപ്പോൾ ഒരു വലിയ ചോളമൊക്കെ ഉണ്ടാകാം, ആദ്യം നട്ടയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോളം അങ്ങനെ റെഡിയായി. 2 എൻഡിലും ചോളം നട്ടിരുന്നു, ഈ സൈഡിലും അപ്പുറ സൈഡിലും. അതിന് ശേഷം നമ്മൾ ഇവിടെ എന്താ ബീൻസിൻ്റെ വിത്തിട്ട് കൊടുത്തു. ഇതിനടുത്ത് ഏരി എടുത്തിട്ട് നമ്മൾ ചേന മുളച്ചാണ്ടില്ലേ, ഇവിടെ ചേന മുളച്ചാണ്. അതാ ഈ ചേന മുളച്ചതിൻ്റെ ഇപ്പുറത്ത് ഏരി വരുന്നുണ്ട്. അപ്പുറത്ത് പിന്നെ ചേന മുളച്ച് വരുന്നേ ഉള്ളൂ. ആ ഏരിയയിൽ നമ്മൾ ബീൻസ് നട്ടു കൊടുത്ത്. പിന്നീട് അങ്ങോട്ട് ചീര പടുമോളയായിട്ട് ഉണ്ടായതാണ്. ഇഷ്ടം പോലെ ചീരയുണ്ട്. അങ്ങനെ 4 കൃഷിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ളത്. നമ്മൾ നട്ടു കൊടുത്ത് ചേന നട്ടു, ചോളം നട്ട്, അതിൻ്റെ കൂടെ ബീൻസ് നട്ടു കൊടുത്തു. പിന്നെ അതാ ബോണസ് ആയിട്ട് ഇഷ്ടം പോലെ ചീര ഉണ്ടായി. നമുക്ക് എന്താ ഈ ഒരു ഇത്ര സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് 4 കൃഷി ഒരേ സമയം ചെയ്യാൻ പറ്റി. ചീര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ തുടക്കത്തിലൊക്കെ ചീര കട്ട് ചെയ്ത് മുറിച്ചൊക്കെ കൊടുത്തോണ്ട് ഇതിന് തടസ്സമായി നിൽക്കുന്നൊന്നും കുഴപ്പമില്ല. അല്ലാത്ത ഏരി ഇതൊക്കെ നമ്മൾ ഏരി ഇല്ലാത്ത സ്ഥലത്താണ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ചീര കാണുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, ചെറിയൊരു സ്ഥലത്ത് നിന്ന് തന്നെ ഇങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇടവില കൃഷി ചെയ്യുന്നതല്ല. നമുക്കിപ്പോൾ ചേന ആയി കിട്ടുമ്പോഴത്തേക്ക് എന്താ ചെയ്തു, ഇവിടെ ബീൻസും കാര്യങ്ങളൊക്കെ വിളവെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മഴക്കാലത്ത് ചേന ഇല്ലാത്ത ഗ്യാപ്പിലൊക്കെ ഇപ്പം നമ്മൾ ഇത് വിളവ് കഴിഞ്ഞ ഉടനെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മഴക്കാലത്ത് അങ്ങനെ പച്ചമുളക് ചെടിയായി കഴിഞ്ഞാൽ പോകില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് 1-2 വിളവൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാനും കഴിയും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് പണി എടുക്കുമ്പോൾ മറ്റ് കൃഷികളുടെ പണികളും അതിൻ്റെ കൂടെ ഇതുപോലെ എടുത്തു പോകാനും കഴിയും. ഇപ്പം മണ്ണിട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യണം, വെയിൽ കൂടി വരികയാണെങ്കിൽ ഈ ചീരയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനുണ്ട്. ഞങ്ങൾ പയറും ബീൻസൊക്കെ പടർത്താനായിട്ട് സിമ്പിളായി ചെയ്യുന്ന രീതിയായിട്ടത്. അപ്പോൾ ഇതിനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച കാര്യം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കൂടെ ചെയ്യുക.